ഒരു കാരണവശാലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഭർത്താവിന് ഭാര്യയെ സംശയം ഇത് പാടില്ല, ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കൊരിക്കലും എന്തുണ്ടാവരുത്, ഇയ്യാകും വല്ലന്ന, വിചാരമുണ്ടാവരുത്, ഭാവന, നിങ്ങൾക്ക് സംശയമുണ്ടാവാൻ പാടില്ല, സംശയമുണ്ടാവാൻ പാടില്ല. ഇയ്യാകും വല്ലന്ന ഫഇന്നല്ലന്ന, സംശയം എന്നുള്ളത് അക്ദബുൽ ഹദീസ്, അത് പച്ചക്കള്ളമാണ്, അത് നുണയാണ്. ഭർത്താവ് ഫോണും എടുത്തു കുറച്ചപ്പുറത്ത് പോയി ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോ ഇപ്പുറത്ത് നിന്ന് ഭാര്യ സംശയിക്കാണ്, ആരോടോ ചാറ്റ് ചെയ്യാണ്. സംശയം എന്നുള്ളത് നുണയാണ്. ഉദാഹരണം പറഞ്ഞാൽ, അതേപോലെ തന്നെ ഭാര്യ അപ്പുറത്ത് നിന്ന് ആരോടെങ്കിലും സംസാരിക്കുന്നത് ഒരു പക്ഷേ ആങ്ങളെയാവാം, ഉമ്മയാവാം, കസിൻസ് ആവാം, കൂടെ പഠിച്ച ഏതെങ്കിലും ഒരു പെൺകുട്ടിയാവാം, ചങ്ങാതിമാരാവാം. ഏതായാലും അവരുടെ ഏതെങ്കിലും ഒരു ചങ്ങാതിയോട് സംസാരിക്കുമ്പോ ഭർത്താവ് ഇപ്പുറത്ത് നിന്ന് സംശയിക്കുക, അവൾ വേറെ ഏതോ ആൺകുട്ടികളോട് ചാറ്റ് ചെയ്യാണ്. എന്നിട്ട് ഭർത്താവ് ഭാര്യയുടെ ഫോൺ ചെക്ക് ചെയ്യുക, ഭാര്യ ഭർത്താവിന്റെ ഫോൺ ചെക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ ഡൗട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടാവുക. ഇതൊക്കെ തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഓരോ ആളുകൾക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്, ഒരു പ്രൈവസി ഉണ്ട്, സ്വകാര്യത. ഓരോ ആളുകൾക്കും ഓരോ പേഴ്സണൽ വ്യക്തിത്വങ്ങളുണ്ട്. നമ്മുടെ ഫോൺ ഭാര്യമാരും ചെക്ക് ചെയ്യാൻ പാടില്ല, അത് നമ്മുടെ സ്വകാര്യത. നമ്മൾ ഭാര്യമാരുടെ ഫോൺ ചെക്ക് ചെയ്യാൻ പാടില്ല, അത് അവരുടെ സ്വകാര്യത. വീട്ടിലെത്തിയ പണി ഭർത്താവിന്റെ ഫോൺ ചെക്ക് ചെയ്യൽ. ഇങ്ങനെ ഭർത്താവിന്റെ ഫോൺ, ഭർത്താവ് വീട്ടിലെത്തിയാൽ ഭർത്താവിന്റെ ഫോൺ എടുത്തിട്ട് ഭർത്താവിന്റെ വാട്സപ്പ് ഒക്കെ നോക്കുക, ആരോടെങ്കിലും ചാറ്റ് ചെയ്തിട്ടുണ്ടോ, ഭർത്താവിന്റെ ഫേസ്ബുക്ക് നോക്കുക, ടെക്സ്റ്റ് മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, ഭർത്താവിന്റെ ഗാലറി, ഭർത്താവിന്റെ ഫോൺ റെക്കോർഡ്. അങ്ങനെയൊക്കെ എത്ര ഭാര്യമാരുണ്ട്. അതേപോലെ ചില ഭർത്താക്കന്മാരുണ്ട് സംശയ രോഗികളായ ഭാര്യമാർ. ഭാര്യയുടെ ഫോൺ എടുത്തിട്ട് ഫുൾ ഹിസ്റ്ററി ചെക്ക് ചെയ്യുക. ഇതൊക്കെ തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല.